ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ഏകദേശം ഒരു നല്ലൊരു ഡേ ആണ് കേട്ടോ. കാരണം അത്യാവശ്യമൊക്കെ നല്ല വെയിലുമുണ്ട്, നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ക്ലൈമറ്റും ആണ് കേട്ടോ. എന്നാൽ തണുപ്പുണ്ടോ ചോദിച്ചാൽ തണുപ്പുണ്ട്, ചൂടുണ്ടോ ചോദിച്ചാൽ ചൂടുമുണ്ട് പറഞ്ഞൊരു പോലെ നല്ലൊരു അടിപൊളിയാണ് നമ്മളെ ഏരിയയിലൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ ബൊഗിൻവില്ല വീണ്ടും തൈകൾ പിടിപ്പിക്കാൻ നമുക്ക് കുറച്ച് കമ്പുകൾ കിട്ടിയപ്പോൾ നമ്മളങ്ങനെ പിടിപ്പിക്കാമെന്ന് കരുതിയതാണ്. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അതിന്മേലൊരു പിങ്കും ഒരു വൈറ്റും കൂടി കളറുള്ള ഒരു ഫ്ലവറാണ്, രണ്ടും കൂടി മിക്സ് ആയതാണ്. ഈ ക്ലാസ്സിലുള്ള മുഴുവൻ നമ്മളുടെ ഡോക്ടർ റാവു പറഞ്ഞ വെറൈറ്റിയിലെ ഒരു പിങ്കിൻ്റെ ആണ്. പിങ്കല്ല റെഡല്ല പറഞ്ഞൊരു ഐറ്റം കളറാണത്. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കമ്പുകൾ ഇട്ടിച്ചാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ ഫസ്റ്റ് വീടിൻ്റെ മുറ്റപ്പണിയൊക്കെ ആണ്. അപ്പോൾ ഏകദേശമൊക്കെ അത്യാവശ്യം ഉണ്ടതിന് പോലെ മുറ്റത്ത് ഇതിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു മരേന്. അപ്പോൾ ഏകദേശം അവർ കട്ട് ചെയ്യണ പറഞ്ഞപ്പോൾ ഞാൻ അത്യാവശ്യം എനിക്ക് വേണ്ട കമ്പുകളൊക്കെ എടുത്തു കൊണ്ടുവന്നാണ്. പിന്നെ എൻ്റെ ഒരു നമുക്കൊരു വേറെ അടീനിയത്തിൻ്റെ വിത്തുകളൊക്കെ തരുന്നൊരു നമ്മുടെ ഒരു അയൽവാസിയുണ്ട്. അങ്ങനെ നമ്മുടെ അവർക്കും കൊടുക്കാമെന്ന് കരുതിയിട്ട് നമ്മളിപ്പോഴും കമ്പുകൾ ഇവിടെയൊക്കെ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കമ്പുകൾ കിട്ടുന്നിടത്തോളം നല്ലൊരു കവറിൽ ആരും കാണാത്തൊരു ഇടത്ത് വെക്കേണ്ടതാണ്. അത്യാവശ്യം 10 മണി അതിലിങ്ങനെ വെറുതെ നട്ടതായിരുന്നു, കുറേ സ്ഥലം ബാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൽ കുത്താനുള്ളതാണ്. ഉണ്ടാവോ ഇല്ലയെന്നൊന്നുമില്ല, നമുക്ക് നട്ട് വെക്കാം. ഇതിൽ ഒരു തൈയുണ്ട്, ഒരു തളിർപ്പൊക്കെ വന്നൊരു തൈയുണ്ട്. നമ്മുടെ ബൊഗിൻവില്ലകളൊക്കെ നല്ല ഫ്ലവറിങ്ങിലെ ഒരു ടൈമാണ്. ചിലതൊക്കെ ഫ്ലവറിങ് ഉണ്ട്, ചിലതൊക്കെ ഫ്ലവറിങ് ഇല്ല പറഞ്ഞ പോലെ. ഉള്ളതൊക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് കരുതി. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഫ്ലവർ ഇല്ലാത്തതൊന്നും നമ്മൾ കാണിക്കുന്നില്ല, കാരണം അതൊക്കെ നമ്മളൊരു സൈഡിലേക്ക് മാറ്റിയതാണ്. കുറേ ഫ്ലവറിങ് വിരിഞ്ഞ് കഴിഞ്ഞ ഒരു 2ാം ഘട്ടമായതുകൊണ്ട് 3ാം ഘട്ടം വരുന്നതുകൊണ്ട് കേട്ടോ. ഫ്ലവറിങ് കാരണം കുറേ ടൈമിൽ നിൽക്കും, പക്ഷെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഇതൊരു നല്ലൊരു റെഡിൻ്റെ പോലെയാണ് ഇത് വരുന്നത്. നല്ലൊരു കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു ഉണ്ടായിട്ട് വരുന്നതിൽ പെട്ട തിക്കായിട്ട് വരുന്നതിൽ പെട്ട ഒരു വൈറ്റിൻ്റെതാണ്. 2 ഷെയ്ഡായും പിന്നെ പിങ്ക് വരുന്നതാണ്. നല്ല കളർഫുള്ളായിട്ട് ഇപ്പോൾ വിരിഞ്ഞുകൊണ്ടിരിക്കണം നമ്മുടെ ബൊഗൈൻവില്ലകളൊക്കെ. ഏകദേശമൊക്കെ ഫുള്ളായിട്ടൊന്നും വിരിഞ്ഞിട്ടില്ല നമ്മൾ ഈ പ്രാവശ്യം നട്ടിലൊന്നും, എങ്കിലും അത്യാവശ്യം നല്ല വിരിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ഒരു ചട്ടിയിൽ 3-4 കണ്ടില്ല, ഏകദേശം 2-3 ഇഞ്ചൊക്കെ വലുപ്പമുള്ള ചെടികളാണ്. കാരണം നമ്മളന്ന് അങ്ങനെ ഓർത്തിട്ടൊന്നും ജസ്റ്റ് കിട്ടിയ കമ്പുകളൊക്കെ എടുത്ത് കുത്തിയതാണ്. അതാണ് ഇത്ര ചെറിയ കമ്പുകളും. ഇങ്ങനെ അത്യാവശ്യം വെറൈറ്റി ഇത് നമ്മുടെ സ്വർണ്ണ പേപ്പറിൻ്റെ ആ ഒരു വെറൈറ്റിയാണ്. ഇതൊരു ഇളം റോസായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ്. അത്യാവശ്യം നമ്മളെ കയ്യിലപ്പോൾ കളക്ഷനായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ പ്രത്യേകിച്ച് വെറൈറ്റികളൊന്നുമില്ല. നാടൻ വെറൈറ്റിയിൽ തന്നെ പല കളറുകളും അങ്ങനെ അത്യാവശ്യം ഇങ്ങനെ, പക്ഷെ അതൊക്കെ മതി. എന്നാലും നല്ലൊരു ഭംഗിയാണ് നമുക്ക്. ഇങ്ങനെ ഓരോ പ്രാവശ്യം ഈ വർഷമല്ലേ നമ്മളിതിൻ്റെ ഒരു കളക്ഷൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല തൈകൾ നമ്മളെ കൊണ്ട് ഉണ്ടാക്കി. നമ്മൾ ഈ ഏരിയയിലും അഗ്ലോണിമ എല്ലാ ചെടികളും നമ്മളെ കയ്യിലുണ്ടായിട്ടാണ്. പക്ഷെ നമ്മൾ ബാക്കിയുള്ള ചെടികളൊക്കെ മെല്ലെ മെല്ലെ ഒഴിവാക്കുകയാണ്. അടീനിയത്തിൻ്റെ കുഞ്ഞു തൈകളിപ്പോൾ അതൊരു കളക്ഷൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, അതിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം കുഞ്ഞു തൈകളും ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. നല്ലൊരു ഭംഗിയായിട്ട് വരുന്ന ഒരു കളറാണ്. നിങ്ങൾക്കിപ്പോൾ തോന്നി റെഡും അല്ല പിങ്കും അല്ല പറഞ്ഞ മാതിരി. നമ്മൾ കവറിൽ മാറ്റി നടാൻ ചട്ടി ഇല്ലഞ്ഞിട്ട് കവറിൽ തന്നെ വെച്ച് വേരെടുപ്പിക്കാൻ വെച്ചിട്ടുള്ളത് തന്നെ ഫ്ലവറിങ് വരുന്ന ഏകദേശം എല്ലാ ഒരു കവറിലും ഉണ്ട്. ഫ്ലവറിങ് ഉണ്ട്, ഇതിലൊന്നുണ്ട്, എല്ലാം ഇതിലുണ്ട്. കാരണം നമ്മൾ മാറ്റി നട്ടിയിലൊക്കെ അധികയിലും ഉണ്ട്. ഇവിടെ ഫ്ലവറിങ് വരുന്നുണ്ട്, പലതും ഉണ്ട് കേട്ടോ. കുറേ വിരിയാത്തതുണ്ട്. നമ്മളെ ഡോക്ടർ റാവു നമ്മളെ കയ്യിലുണ്ട്. അതിൻ്റെ 3 തൈ നമുക്ക് പിടിച്ചിട്ടിന്. അതിലൊന്നും ഈ സൈഡിൽ തന്നെ വെച്ചതായിരുന്നു. അന്നൊരു ഉഷാറില്ലായിരുന്നു, ഇപ്പോൾ ഉഷാറായിരുന്നുണ്ട്. ഒരു ലൈറ്റ് പിങ്ക് പറഞ്ഞ പോലെ നല്ല വെയിലുള്ളൊരു ഏരിയയാണ് ഇവിടെ. നമ്മൾ ഏകദേശം അഗ്ലോണിമകളൊക്കെ നമ്മളെ കയ്യിലുള്ളതൊക്കെ ഏകദേശം അപ്പോഴൊക്കെ ഒഴിവാക്കിയിട്ടാണ്. നമ്മളെ അത്യാവശ്യം നല്ല വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിവിടെ വെയിലിൻ്റെ ഒരു ചൂടുകൊണ്ട് ഇവിടെ തീരും അത് നിൽക്കണില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ഏകദേശമൊക്കെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. കുറേ നമ്മൾ ഈ അടുത്തൊക്കെ ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ, അതായത് ഇത്ര വെയിലില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും കയ്യിലുണ്ടായിക്കോട്ടെ എന്ന് കരുതിച്ച് അങ്ങനെ നമ്മളിവിടെ ഫുള്ള് ഈ ബൊഗൈൻവില്ലയും നമ്മൾ അടീനിയം ആക്കാനുള്ള പരിപാടിയാണ്. നമ്മളൊരു ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ടൈമാണ് അത്. നമ്മുടെ അടീനിയാണ്, അതൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്.
ഇട്ടിട്ടുണ്ട്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. നല്ലൊരു തിക്കായിട്ട് തന്നെ ഇതിമേലൊക്കെ ഫ്ലവറിങ് ഉണ്ട്. ചെറിയൊരു ഇതാണ്, അത്യാവശ്യം നല്ല രണ്ടാം ഘട്ട ഫ്ലവറിങ് ആണ്. ഇത് ഫസ്റ്റ് ഫ്ലവറിങ് നിറയെ പീക്കളൊന്ന് വീട്ടിട്ട് ഇവിടെയൊക്കെ ഫ്ലവർ വിരിയാനുണ്ട്. ഇതിലൊക്കെ നിറച്ച് പുല്ലും ഉണ്ട് കേട്ടോ. കാരണം വളമൊക്കെ ചെയ്യുമ്പോൾ കുറേയൊക്കെ പുല്ലുകൾ കളകൾ വരും. അതൊക്കെ ഇനി ഒരു ദിവസം ഇരുന്ന് ക്ലീനിങ് ചെയ്യാനുണ്ട്. നമ്മൾ ഇതിമേലൊക്കെ നിറയെ മൊട്ടുകളും വന്നിട്ടുണ്ട്. ഇതൊക്കെ ഫസ്റ്റ് ടൈം വിരിയാനുള്ളതാണ് ഫസ്റ്റ് ടൈം. ഈ വയലറ്റ് കളർ നമ്മളെ കയ്യിൽ ഇത് മാത്രമേ പിടിച്ചിട്ടുള്ളൂ കേട്ടോ. വേറെ പിടിച്ചിട്ടുണ്ടെന്നും നമ്മളെ പ്രതീക്ഷ ഇനി വിരിയാത്തതിലൊക്കെ ഉണ്ടാകുന്നറിയില്ല. വിരിയാത്തതുകൊണ്ട് അത്യാവശ്യം തൈകൾ കേട്ടോ. ഇതൊക്കെ 2-3 ഘട്ടമൊക്കെ ഉണ്ട്. ഇത് ഫ്ലവർ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ഫ്ലവർ നല്ലൊരു വൈറ്റ് തന്നെ നമ്മളെ കയ്യിലൊരു 3-4 തൈകളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അക്കപ്രാവശ്യം ആകെ 2 തൈകൾ നമ്മളെ കയ്യിലുള്ളായിരുന്നു. ഇതൊരു വള്ളിയായിട്ട് വരുന്നൊരു സ്റ്റെമ്മ് വണ്ണമില്ലാത്തൊരു സൈസ് എന്താണ് ഇത്. വേറെ നമ്മുടെ ഒരു വെറൈറ്റി ഇത് ഓറഞ്ചാണ്. സാധാ നോർമലി ഓറഞ്ചാണ്. ഫയർ ഓപ്പൽ നമ്മളിവിടെ നിന്ന് ഒരു ഫ്രണ്ട് തന്നിട്ടുണ്ട്. അതൊക്കെ വേര് പിടിക്കുക എന്താണെന്നൊന്നും വലിയൊരു ഐഡിയ ഇല്ല. പല വെറൈറ്റികളും നമ്മളെ കയ്യിൽ ഫ്ലവർ വിരിയാനൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയി വന്നാലും ഇപ്പോൾ ചെടികൾ അടിച്ചു മാറ്റലിന് പരിപാടി. ഇപ്പോൾ ബൊഗീൻവില്ല ആയതുകൊണ്ട് അങ്ങനെ എല്ലായിടത്തുനിന്നും ഒന്നും കിട്ടുമൊന്നുമില്ലല്ലോ. അത് നമ്മളെ കയ്യിലുള്ള വെറൈറ്റി ഒന്നും കൊണ്ടുണ്ടല്ലോ. നമ്മളൊരു ചെറിയൊരു ചട്ടിയിൽ അതൊരു ഷാറില്ലാതെ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ഒരു കുപ്പി ഉണ്ടല്ലോ, ടിന്ന് കട്ട് ചെയ്ത് കണ്ട് അതിലേക്ക് മാറ്റി വെച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി വന്നാണ്. നമ്മൾ മുമ്പ് കൊടാക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളർത്തിക്കൊണ്ട് വന്നില്ലേന്നാ. അത് വലിയ നമ്മൾ വിചാരിച്ചത്ര ഉഷാറായിട്ടില്ല. എങ്കിലും ഞാൻ അടുത്തൊരു ലെവല് മഴക്കാലമൊക്കെ ആകുമ്പോൾ സെറ്റാവായിക്കാരം. എല്ലാത്തിന്മേലും ഫ്ലവർ വരുന്നേ ഉള്ളൂ. ആ തൂമ്പിൽ മാത്രമേ ഫ്ലവറിങ് വന്നിട്ടുള്ളൂ. അത് അത്യാവശ്യം ഇപ്രാവശ്യം നട്ട് വെച്ചൊന്ന് വളർത്തി വരില്ല. അതുകൊണ്ടായിരിക്കാരെന്ന് എനിക്ക് തോന്നുന്നത്. എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഫ്ലവറിങ് വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനിങ്ങനെ ഓരോ കമ്പിൻ്റെ തുമ്പത്ത് ഫ്ലവറിങ് കിട്ടുമ്പോൾ. എന്തായാലും ബൊഗീൻവില്ല വലിയ ചിലവൊന്നുമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നട്ട് പിടിപ്പിക്കാനെന്നാണ്. നല്ല ഈസിയാണ്. പക്ഷെ പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ മുള്ളുകളൊക്കെ കൈമ തട്ടാതെ നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അല്ലാത്ത പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ചെറുതായിട്ട് വളവും ഒരു മഴക്കാലത്താണ് സിമ്പിളാണ്. മഴക്കാലത്ത് ഇതിൻ്റെ കട്ടിങ്സ് ഇടുന്നതാണ്, വേഗം നട്ടാൽ മതി. നമ്മളെപ്പോഴും ഇതിൻ്റെ ഒരു കട്ടിങ്സും കാര്യങ്ങളൊക്കെ നട്ട് വെക്കണുണ്ട്. കിട്ടുമ്പോഴൊക്കെ നല്ലൊരു ഭംഗിയാണെന്നുള്ളൂ കേട്ടോ. കാരണം വേനൽക്കാലം ചൂടുള്ള ഏരിയക്കാർക്ക് ഏറ്റവും ഏത് ചെടിയും നിൽക്കണില്ലെങ്കിൽ ഇതാണ് മസ്റ്റായിട്ട് ഇത് വെച്ച് പിടിപ്പിച്ചാൽ മതി. കാരണം പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. മദർ പ്ലാന്റ് ആണിത്. ഇതിൻ്റെ അത്യാവശ്യം ഇത് മണ്ണിലാണ്, പക്ഷെ അത്ര ഹെവി ആയിട്ട് പോയിട്ടൊന്നുമില്ല. മദർ പ്ലാന്റ് പറയാൻ മാത്രമൊന്നും അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് വന്നിട്ടൊന്നുമില്ല. വലിയ വലുപ്പമൊന്നുമില്ല. നമ്മുടെ നാടി ഉയരത്തിലൊന്നും പോയിട്ടില്ല. ചെറിയ കുറ്റിയായിട്ടുള്ളത് നല്ല ഫ്ലവറിങ് ഉണ്ട്. ഫ്ലവറിങ് വിരിയാൻ ഇരിക്കണമുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടില്ല, നല്ലൊരു ഫ്ലവറിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതൊക്കെ നമ്മൾ ഈ മഴക്കാലം വന്നപ്പോൾ അടിയോടൊക്കെ വെട്ടി നിർത്തിയതായിരുന്നു. ഇത് നമ്മുടെ ഇവിടെ വീട് പണി തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ തൊട്ട അയൽവാസി ഉണ്ടാക്കിയതാട്ടാ. ഇതൊരു വേറൊരു വെറൈറ്റിയാണ്. ഇത് ഞാൻ എൻ്റെ കയ്യിൽ ഫ്ലവർ വിരിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ ഇതിമത്തെ സ്റ്റെമ്മാണെന്നുള്ളപ്പോഴാണ് അങ്ങനെ ആലോചിക്കണത്. നല്ലൊരു വയലറ്റാണ്. വയലറ്റിൻ്റെ ഒരു മോഡലാണ് നേരത്തെ കാണിച്ചതും. അങ്ങനെ വയലറ്റൊക്കെ ഇപ്പോൾ നല്ല ഫ്ലവറിങ് തുടങ്ങുന്നുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ അതിൻ്റെ ഒരു ടൈമിംഗ് ആണ് തുടങ്ങണുള്ളൂ. കാരണം ഇവിടെ നമ്മുടെ വീടിൻ്റെ മരം കൊണ്ട് അത്രയാണ് വെയിലങ്ങോട്ട് തട്ടാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് അത്ര ഫ്ലവറിങ്. പിന്നെ ഈ വേനൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ തണുപ്പല്ലേ, പകൽ ഫുൾ അധികം തണുപ്പാണല്ലോ. നട്ടുച്ചക്ക് ടൈമിലൊക്കെ ആണല്ലോ നല്ല ഫ്ലവറിങ് വെയിൽ വരുന്നുള്ളൂ. ഇതൊക്കെ ഫ്ലവറിങ് തുടങ്ങാനുള്ള ഓരോരോ ഘട്ടങ്ങളായിട്ട് തുടങ്ങണുള്ളൂ. എന്നാലും ഇവിടെ ചട്ടിയിൽ വെച്ചതും കാണിച്ചുതരാം. നല്ല ഫ്ലവറിങ് ഉണ്ട്, വൈറ്റും എല്ലാ കളറും ഉണ്ട്. നല്ല ഭംഗിയാണ്. ഈ ബൊഗീൻവില്ലൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നല്ല ഈട് നിൽക്കും ഈ ഫ്ലവർ. അങ്ങനെ വിരിഞ്ഞ് ഒരാഴ്ചയൊന്നും പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല. അതാണ് ഏറ്റവും കൂടുതൽ. എപ്പോഴും ഇതിന്മേൽ ഫ്ലവറും ഉണ്ടാവും. വേനൽക്കാലം മുഴുവൻ ഇതിന്മേൽ ഫ്ലവറും ഉണ്ടാവും. അതാണ് നമുക്ക് ഹെൽപ്പറായിട്ടും ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോത് പറയും. ഇതിന്മേൽ വേണ്ടി നല്ലൊരു റെഡ് കളറാണ്. നല്ല ഒരു റെഡ് വരണം. അത് കാണുമ്പോൾ തന്നെ ഒരു റെഡ് ഒരു ഉതിപ്പ് വരുന്നുണ്ട്. പിന്നെ യെല്ലോ കളർ നോർമലി യെല്ലോ ഒക്കെ തന്നെയാണ്. പിന്നെ എല്ലാ കളറും ഉണ്ട്.
നല്ലൊരു യെല്ലോ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ബോട്ടിൽ നട്ടതാണ്. ബോട്ടിൽ നട്ടതെന്ന് വെച്ചിട്ട് ഫ്ലവറിങ്ങിനായിട്ടൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ നല്ല ബ്രൂണിങ് ചെയ്തതിന് കഴിഞ്ഞ മഴക്കാലം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.